അങ്ങനെ വിടാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ആളുകൾ പിന്നെ ഈ ആർഎസ്എസിനെ കുറിച്ചൊക്കെ ഇത്രയും ആശങ്കപ്പെടാനായിട്ട് നിങ്ങളെയൊക്കെ തയ്യാറായല്ലോ എന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷത്തിൽ ഞാനത് കേട്ടിരിക്കുകയായിരുന്നു. ഇത്രയും ആശങ്കപ്പെടുന്നതൊക്കെ എനിക്ക് സാധാരണ ആശങ്കയൊന്നുമില്ല. സാധാരണ ആർഎസ്എസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്താ ആശങ്ക? അല്ല സാറ് വലിയ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടു. ഗുജറാത്തികൾ ആശങ്കയൊന്നുമില്ല. നിയന്ത്രിക്കുന്നു, അപ്പോൾ പിന്നെ ആർഎസ്എസിന് ആശങ്കയൊന്നുമില്ല. എന്ത് ആർ എസ് ചെയ്യും? എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു ആർ എസ് എസ്സുകാരനായ ഞാൻ പറഞ്ഞോട്ടെ സാർ, എന്റെ അവസരം ഉള്ളൂ ആർ എസ് എസ്. ഞാൻ പറഞ്ഞോട്ടെ സാർ, എന്റെ അവസരമാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഉദ്ധവ് താക്കറെ പറയുന്നത് കേട്ട് മലർപ്പൊടിക്കാർ കുറേ സ്വപ്നം കാണുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ട് തലക്കെട്ടുകളിലും ചർച്ചകളിലും എല്ലാം നിറയാൻ പോകുന്നത് ബി ജെ പിയും ആർ എസ് എസും തെറ്റുന്നു, ആർ എസ് എസ് ഇതാ പറയുന്നതൊന്നും ബി ജെ പി കേൾക്കാൻ പോകുന്നില്ല, അത് ഈ രണ്ട് സംഘടനകളും എന്താണെന്നും അവ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിയാത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ സവർക്കർ രാഷ്ട്രീയ സ്മാരകത്തിൽ പോയത്. അവിടെ പോയിട്ട് നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. നരേന്ദ്രമോദി പറഞ്ഞത് സവർക്കർ സ്വപ്നം കണ്ട ഭാരതം യാഥാർത്ഥ്യമാക്കും. അതവിടെ പറയുകയും ചെയ്തു, അത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഉദ്ധവ് താക്കറെ അങ്ങ് സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ട് ഉദ്ധവ് താക്കറെ പറയുന്നത് എന്താണ്, ആർ എസ് എസിനെ നിരോധിക്കും. 3rd ടേമിലേക്ക് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിനെ അങ്ങ് നിരോധിച്ച് കളയും. ഉദ്ധവ് താക്കറെ സ്വന്തം ശിവസേന ഭാഗമുണ്ടല്ലോ, അതെങ്കിലും സംരക്ഷിച്ചു നിർത്താനായി കഴിയുമോ എന്ന് നോക്കുക. എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്കും വീണ്ടും മഹാരാഷ്ട്രയുടെ സർവാധികാരിയായി വാഴാം എന്നൊക്കെയാണ് ഉദ്ധവ് താക്കറെ സ്വപ്നം കാണുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വാചകം പറഞ്ഞു, ഇനി രണ്ടാമത്തേത് യോഗി ആദിത്യനാഥ് ആണല്ലോ. യോഗി ആദിത്യനാഥിനെ എടുത്ത് കളയാൻ പോകുന്നു. യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ വന്ന് 2 മാസം അല്ലെങ്കിൽ പരമാവധി 6 മാസം അതിനുള്ളിൽ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ പോകുന്നു. അതാണ് അടുത്ത നെറേറ്റീവ്. ഇന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രചാരണ റാലിയിലെ ഒരു വാചകം പറഞ്ഞ് ഞാൻ അതിൻ്റെയും ഭാഗം പറയാം. അതായത് പാക് ഓക്യുപ്പൈഡ് കശ്മീർ അത് നരേന്ദ്രമോദി 3ാം വട്ടം അധികാരത്തിൽ വന്ന് 6 മാസത്തിനകം ഇന്ത്യയുടെ ഭാഗമാകുമെന്നുള്ള പ്രഖ്യാപനമാണ് യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി 3ാം വട്ടം വന്നതിന് ശേഷം പുച്ഛിച്ചോളൂ, നിങ്ങൾ 2019 പുച്ഛിച്ചതാണല്ലോ കുറെ. അതിനുശേഷം സാർ ഞാൻ പറയട്ടെ സാർ, കൗണ്ടർ ആർഗ്യുമെന്റ് അല്ലല്ലോ സാർ, എന്റെ ഫസ്റ്റ് ടേക്ക് ആണ് സാർ. നിൽ അപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെ യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറയുന്നു. യോഗി ആദിത്യനാഥ് കൃത്യമായിട്ട് എന്താണ് പറയാനുള്ളത് അത് പറഞ്ഞു പോകുന്നുണ്ട്. മറുഭാഗത്തിരുന്ന് ഇങ്ങനെ ഒരുപാട് പ്രചാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ രണ്ട് സംഘടനകൾക്കും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി അറിയാം. ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്ന ആ വാചകം മാത്രം അടർത്തിയെടുത്ത് ഒരുപാട് സ്വപ്നം കാണുകയാണ്. ആർ എസ് എസ് പിന്നിൽ നിന്ന് ശക്തി പകർന്ന് നയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ബി ജെ പി ഒറ്റയ്ക്ക്, അതായത് ഒരു കുട്ടി വളരുന്നത് പോലെയാണ്, ഒരു കുട്ടിയെ ആദ്യം കൈപിടിച്ച് നടത്തേണ്ടി വരും. അങ്ങനെ കൈപിടിച്ച് നടത്താൻ ആദ്യ കാലഘട്ടങ്ങളിൽ ആർ എസ് എസ് എന്ന് പറയുന്ന മാതൃസംഘടനയ്ക്ക് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ ആവശ്യമായിരുന്നു. ഇന്ന് ഒറ്റയ്ക്ക് നടക്കാൻ പര്യാപ്തമായ, ഒറ്റയ്ക്ക് നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ കരുത്തുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞതിനെയാണ് ഇപ്പുറത്തിരുന്ന് അങ്ങ് സ്വപ്നം കണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ്. പിന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നു, അതാണല്ലോ മറ്റൊരു ടേക്ക്. മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നു, അത് ആർ എസ് എസിന് ഇഷ്ടമല്ല. അതായത് പുറത്തുനിന്ന് ഇന്ന് നിങ്ങൾ ആർ എസ് എസോ ബി ജെ പിയോ അല്ല എന്നേ ഉള്ളൂ, അടുത്ത ദിവസം നിങ്ങളൊക്കെ അതാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. പുറത്തുനിന്ന് വന്നവർ, അതായത് പുറത്തുനിന്ന് വരുന്നവരെ വരത്തരായി കാണുന്ന സംവിധാനമുള്ള പ്രത്യയശാസ്ത്രമുള്ള പാർട്ടികളിൽപ്പെട്ട ആളുകൾക്കായിരിക്കും അങ്ങനെ തോന്നുക. എന്തായാലും ആർ എസ് എസ് അങ്ങനെയല്ല. മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നതിനെ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ അത് മോശമാണ്, അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നും അവർ പറയുന്നില്ല. പിന്നെ ഇതൊരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ആദ്യകാല നറേറ്റീവുകൾ കുറേ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു. ഡോക്ടർ അരുൺ വളരെ കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞു. അതായത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അത് തന്നെയാണ്. അതായത് ആർ എസ് എസിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? എപ്പോഴെങ്കിലും നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനായിട്ടുള്ള ബി ജെ പിയുടെ യോഗങ്ങളിലെല്ലാം ആർ എസ് എസിന്റെ നേതാക്കൾ പോയിരിക്കുക, അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ രണ്ടിന്റെയും മെക്കാനിസം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു രാഷ്ട്രീയ വിഷയമല്ല അവർ മുന്നിൽ കാണുന്നത്. ആർ എസ് എസ് മുന്നിൽ കാണുന്നത് രാജ്യത്തിന്റെ വളർച്ച, രാഷ്ട്ര പുരോഗതി, അങ്ങനെ ആ രീതിയിലാണ് അവർ രാജ്യം, ദേശീയത, ഈ പറയുന്ന ഐഡിയോളജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആർ എസ് എസും രാഷ്ട്രീയമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അധികാരത്തിലേക്ക്, നിയമസഭകളിലായാലും കേന്ദ്ര സർക്കാരിലായാലും അധികാരത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പിയും സമാന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജെ പി നദ്ദ പറഞ്ഞ വാചകം തന്നെ എന്താണ്? ഇൻ ദ ബിഗിനിങ് വി വുഡ് ഹാവ് ബീൻ ലെസ് കേപ്പബിൾ, സ്മോളർ ആൻഡ് നീഡഡ് ദി ആർ എസ് എസ്. ടുഡേ വി ഹാവ് ഗ്രോൺ ആൻഡ് വി ആർ കേപ്പബിൾ. ദ ബി ജെ പി റൺസ് ഇറ്റ് സെൽഫ്. അതായത് ഒറ്റയ്ക്ക് നടക്കാൻ പര്യാപ്തമായി എന്ന് ജെ പി നദ്ദ പറയുന്നതിനെ ആർ എസ് എസിനെ വേണ്ട, ആർ എസ് എസിനെ ബാൻ ചെയ്യാൻ പോകുന്നു എന്ന നറേറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഉദ്ധവ് താക്കറെയുടെ തന്ത്രമൊന്നും വിലപ്പോകില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് ആർ എസ് എസ് ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്.
പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അവരുടെ നേതൃത്വത്തിനോടുമൊക്കെ RSSന് അതൃപ്തി തോന്നേണ്ടത്? അവർ പറഞ്ഞ, അതായത് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അങ്ങനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് കയ്യടി കൊടുക്കുകയാണ്. നരേന്ദ്രമോദി വലിയ സൂപ്പർ പവറിലേക്ക്, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒറ്റ ഫിഗറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന ചോദ്യങ്ങളൊക്കെ RSSന്റെ പല നേതാക്കളോടും പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരതിൽ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് രാഷ്ട്രമാദ്യം എന്ന ചിന്ത നരേന്ദ്രമോദിക്കുണ്ട്. അത് എത്ര വളർന്നാലും എത്ര വലുതായാലും പ്രധാനമന്ത്രിയായി 3 or 4 വട്ടം ഇരുന്നാലും നരേന്ദ്രമോദിയുടെ മനസ്സിൽ അതുണ്ട്. അത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ബേസിക്കായി നരേന്ദ്രമോദി ഒരു RSSകാരനാണ്. ആ RSSകാരൻ വളർന്ന് എത്ര പദവികളിൽ എത്തിക്കഴിഞ്ഞാലും സ്വന്തം രാജ്യം അതാദ്യം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ BJPയെ രാഷ്ട്രീയമായ അധികാരത്തിൽ ഏറ്റുക എന്ന ഒരു താല്പര്യത്തോടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല RSS എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും അതിൽ ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ അണിനിരക്കുന്നത്. ഭാരതം ഉയരണമെന്ന, രാജ്യം ഉയരണമെന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്നിച്ചു കൂടും. അവർ ഒന്നിച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇപ്പോൾ ഇവിടെയുള്ളത് BJP ആണ്. ആ BJP അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും അതിന് പിന്നിൽ RSS അണിനിരക്കും. അല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സംഘടനയൊന്നുമല്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ രാഷ്ട്രവിരുദ്ധരുടെ ഒരു നിർമ്മിത ആഖ്യാനമുണ്ട്. ഉദ്ധവ് താക്കറെ പോലെയുള്ള അവരുടെ നിർമ്മിത ആഖ്യാനം പോലെയൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ് RSSന്റെ മുഴുവൻ പേര്. അത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മതസംഘടനയോ അല്ല എന്ന് മനസ്സിലാക്കുകയും അത് അവരെന്താണ്, അവരൊരു ദേശീയ വികാരത്തെ മുൻനിർത്തിക്കൊണ്ട്, അങ്ങനെ ഒരു ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട്, സനാതന ധർമ്മത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടാറില്ല എന്ന് പറയുമ്പോൾ ഒട്ടും അഭിപ്രായങ്ങൾ പറയാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട്, കൃത്യമായി പറയാറുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത്. കേരളത്തിൽ RSS പ്രവർത്തകർ അല്ലെങ്കിൽ RSSന്റെ നേതാക്കൾ നേരിട്ട് പോയി ഈ പറയുന്ന പ്രചാരണ പൊതുയോഗങ്ങളിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതല്ല. അവരുടെ പ്രചാരണ രീതി സമ്പർക്കമാണ്. അത് കൃത്യമായി എല്ലാ ജില്ലകളിലും കേരളത്തിലടക്കം അവർ നടത്തിയിട്ടുണ്ട്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. അല്ലാതെ RSS മുഴുവൻ പിന്നിലേക്ക് മാറി എന്നിട്ട് ഈ പ്രചാരണത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു, അത് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ള വിയോജിപ്പ് കാരണമാണ് എന്നൊക്കെ പറയുന്നതിലാണ് ഒരു തെറ്റായ ആഖ്യാനം ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും BJP അവരുടെ കാര്യം നോക്കിക്കോളും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ, ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചില്ല, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേന്ദ്ര സർക്കാരിൽ RSSകാരുണ്ട് എങ്കിൽ അവർ RSSകാർ കൂടുതൽ വരും. അടുത്ത 3ാം സർക്കാർ വരുമ്പോൾ അതിൽ RSSകാർ കൂടുതൽ വരും. പല മേഖലകളിലും വരും. അതിപ്പോൾ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ അതിൽ വരും, അതിലൊക്കെ ഉണ്ടാവും. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും RSSകാരുണ്ടാകും. അതിലൊന്നും ആരും അങ്ങനെ വല്ലാതെ വിറളി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേരളത്തിൽ ശാഖകളുടെ എണ്ണം വളരുന്നത് പോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ ആ രീതിയിൽ തന്നെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് RSS ഇവിടെ വളരുക തന്നെ ചെയ്യും. ഭാരതത്തെ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാക്കി വളർത്തിക്കൊണ്ട് വരിക, വസുധൈവ കുടുംബകം, അത് തന്നെയാണ് ലക്ഷ്യം. അത് RSSനെ BJP നിരോധിക്കുമെന്നൊന്നും ആരും കരുതേണ്ടതില്ല. RSS വളരും, BJPയും വളരും. അടുത്ത ടേം നരേന്ദ്രമോദി തന്നെ ഭരിക്കുകയും ചെയ്യും. ഇന്ത്യ മുന്നണിയും ഉദ്ധവ് താക്കറെയും ഒക്കെ ഇങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട് ഇങ്ങനെ കൂട്ടാം എന്നത് മാത്രമാണ് മിച്ചം. ആ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖം വായിച്ച് ഇങ്ങനെ ഒരുപാട് ആഖ്യാനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റേത് യെസ് തന്നെയാണ്. അതിൽ മാറ്റി പറയേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. RSSും BJPയും സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നുള്ള ആ ഡിവിഷൻ കൂടി നമുക്ക് മാറ്റിവെക്കാം. RSSും BJPയും ഒന്നാണ്. അതിൽ രാഷ്ട്രീയ ശരീരമാണ് BJP. Meet the editors.